നമസ്കാരം. PVN എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ എന്തുകൊണ്ടാണ് വ്യാപകമായി പാമ്പുകടി ഉണ്ടാകുന്നത് എന്നാണ്. ഒന്നാമത്തെ കാരണം, പാമ്പുകടി ഉണ്ടാകാനുള്ള പ്രധാനമായ കാരണം കേരളത്തിലുള്ള പാമ്പുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. രണ്ടാമത്തെ കാരണം, പാമ്പുകൾക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ വളരെ കൂടുകയും അതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പുകളുടെ എണ്ണം ഒരുപാട് കൂടുകയും ചെയ്തു. അതുകൊണ്ട് പാമ്പുകൾ പ്രജനനം ചെയ്ത് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ നഗരപ്രദേശങ്ങളിൽ പോലും ഒരുപാട് കൂടി എന്ന് വേണം കരുതാൻ. ഇതുകൊണ്ട് പാമ്പുകളുടെ എണ്ണം വളരെ കൂടാനുള്ള സാധ്യത കേരളത്തിൽ കൂടി. ഇതുകൊണ്ടൊക്കെയാണ് കേരളത്തിൽ പാമ്പുകടി കൂടാനുള്ള പ്രധാനമായ കാരണം. അടുത്ത വളരെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ ആരും പാമ്പിനെ കൊല്ലുന്നില്ല. സ്നേക്ക് റെസ്ക്യൂ ആളുകളെ വിളിച്ച് പാമ്പിനെ പിടിച്ച് കൊണ്ടുപോയി അവർ വനത്തിൽ കൊണ്ടുപോയി വിടുന്നതെന്ന് പറയപ്പെടുന്നു. പക്ഷേ അവർ വനത്തിലാണ് വിടുന്നത്, തൊട്ടടുത്തുള്ള ഏതെങ്കിലും കാട്ടിലാണോ കൊണ്ടുവിടുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും പാമ്പുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് പാമ്പുകളുടെ കടി വളരെ കൂടാനുള്ള ഒരു കാരണം. പണ്ട് കാലത്ത് രാജവെമ്പാല എന്ന് പറഞ്ഞ കേട്ടുകേൾവി മാത്രമേ ഉള്ളായിരുന്നു. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ധാരാളം രാജവെമ്പാലകൾ തന്നെയുണ്ട്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മനുഷ്യൻ പാമ്പിനെ ഒരു പരിധി കൂടുതൽ വളരാൻ അനുവദിക്കരുത്. അതിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നു തന്നെ തീർക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ വിഷപ്പാമ്പുകളുടെ എണ്ണം വളരെ കൂടുകയും കേരളത്തിലെ ആളുകൾ വളരെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യും. അതുപോലെ ഈ വാവാ സുരേഷ് എന്ന് പറയുന്ന ആളാണ് ഈ പാമ്പിൻ്റെ ഇത്രയും വലിയ പ്രചാരം കൊടുത്ത് അതിനെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. പക്ഷേ അയാൾക്ക് വലിയ വിവരമോ കാര്യങ്ങളോ ഉള്ള ഒരാളല്ല. കാരണം ഈ അയാൾ പാമ്പിൻ്റെ മുട്ട വീട്ടിൽ അടവെച്ച് വിരിയിച്ച് അതിനെ കൊണ്ടുപോയി കാട്ടിക്കൊണ്ട് വിടുന്ന ആളാണ്. ഈ പാമ്പിനെ ഈ കാട്ടിലെല്ലാം കൂടെ കൊണ്ടുവിട്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്ത മഴയോടുകൂടി ഈ പാമ്പ് ആ നദികളിലൂടെ ഒഴുകി വന്ന് വീണ്ടും ഇത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ഈ ആൾക്കാരെ കടിച്ചു കൊല്ലാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. വിഷപ്പാമ്പുകൾ കഴിവതും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അവരുടെ പരിസരത്ത് തന്നെ തല്ലിക്കൊന്ന് കുഴിച്ചിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനെ സംരക്ഷിച്ച് കാട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെയുള്ള ചെറു പക്ഷികൾ അതുപോലെ ചെറു ജീവികളുടെയൊക്കെ എണ്ണം ഗണ്യമായി കുറയുകയും പിന്നെ കടുവ, പുലി തുടങ്ങിയുള്ള ജീവികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുങ്ങളെല്ലാം പിന്നെ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യും. നമ്മൾ അതായത് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും കിട്ടുന്ന ഇങ്ങനെയുള്ള ജീവികളെ വനത്തിൽ കൊണ്ടുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും വനം മലിനീകരിക്കുന്നതിന് തന്നെ തുല്യമാണ്. ഇതിനെക്കുറിച്ചുള്ള ബോധമൊന്നും നാട്ടിലുള്ള ആളുകൾക്കില്ല. ഇവർ നാട്ടിൽ കിട്ടുന്ന എന്ത് സാധനത്തിലെയും പിടിച്ചുകൊണ്ട് കാട്ടിലേക്കാണ് കൊണ്ടുവിടുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വനത്തിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ നഷ്ടപ്പെടുകയും അവിടെയുള്ള ജീവികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നാട്ടിൽ കിട്ടുന്ന പാമ്പുകളെ ഒന്നും പിടിച്ച് കാട്ടിൽ കൊണ്ടുവിടരുത്. അതിനെയൊക്കെ കഴിവതും കൊന്നു കളയുക. അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽശാല പോലുള്ള സംവിധാനങ്ങൾ തുടങ്ങി അവിടെ എൻക്ലോസ് ചെയ്ത സർക്കംസ്റ്റാൻസിൽ വളർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ പാമ്പുകളെ പിടിച്ച് കാലാകാലത്തേക്ക് കാട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരുന്നതാണ്. ഇതൊന്നും അറിയാതെയാണ് ഈ വാവാ സുരേഷിനെ പോലുള്ള ആളുകൾ പറയുന്നത് കേട്ട് മനുഷ്യനെയുള്ള പാമ്പുകളെ എല്ലാം കൂടെ പിടിച്ച് കാട്ടിക്കൊണ്ട് വിടുന്നത്. ഇത് ശരിക്കും പലരും കാട്ടിക്കൊണ്ട് വിടുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് പാമ്പിനെ പിടിച്ച് തൊട്ടടുത്ത വേറെ എവിടെയെങ്കിലും ആയിരിക്കും കൊണ്ടുവിടുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ പാമ്പുകൾ കേരളത്തിലുണ്ടാവുകയും ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. 2-3 ദിവസത്തിനുള്ളിൽ 6-7 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഇതൊന്നും സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല. പാമ്പില്ല എന്ന് കരുതി നമുക്ക് ഒരിക്കലും ആവാസ വ്യവസ്ഥ ഇല്ലാണ്ട് വരുത്തൊന്നുമില്ല. കാരണം യൂറോപ്പിലൊന്നും പാമ്പില്ല. പക്ഷേ എങ്കിൽ പോലും അവിടെയുള്ള മനുഷ്യർ ജീവിക്കുകയും അവിടെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എലികളുണ്ടെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ വെച്ച് കൊന്ന് കളയാവുന്നതാണ്. പാമ്പുകളുടെ എണ്ണം ഒരു പരിധി കൂടി കൊള്ളുക ആളുകൾക്ക് ഒരു തലമുറയോടെ കഴിയുമ്പോഴത്തേക്കും പാമ്പിനെ കൊല്ലാൻ തന്നെ ആളുകൾക്ക് പേടിയാകും. പാമ്പിനെ കൊല്ലുന്ന ആളുകളില്ല. പിന്നെ പാമ്പുകൾ കാരണം മനുഷ്യൻ നാട് വിട്ടു പോകേണ്ട അവസ്ഥ ചെയ്യും. വാവാ സുരേഷൊക്കെ പാമ്പിൻ്റെ മുട്ട അടവെച്ച് വിരിയിച്ച് അതിനെ എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൊണ്ട് വിടുന്നു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാമ്പിൻ്റെ എണ്ണം ഗണ്യമായി കൂടുകയും ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയും ചെയ്യും. പല അമേരിക്കയിൽ ചില ഐലൻഡുകളിൽ ഇങ്ങനെ പാമ്പിനെ കൊണ്ടുവിട്ടിട്ടുണ്ട് എലികളെ കൺട്രോൾ ചെയ്യാൻ തന്നെ. പക്ഷേ പാമ്പുകളുടെ എണ്ണം അവിടെയുള്ള ബാക്കി ജീവജാലങ്ങൾ മുഴുവൻ ഇല്ലാണ്ടായി പോയ കഥകൾ വരെയുണ്ട്. കേരളത്തിൻ്റെ അവസ്ഥ അതുപോലെ ആകാണ്ടിരിക്കട്ടെ. കഴിവതും ആളുകളൊക്കെ കണ്ട അണലിയെയും വളവളപ്പനെയും മൂർഖനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊന്ന് അവിടെ തന്നെ കുഴിച്ചിടുക. അതുങ്ങളുടെയൊക്കെ എണ്ണം ഗണ്യമായി കുറച്ച് കുറയുന്നേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാം. എന്നാൽ ഇത് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടൊന്നും പോകത്തില്ല. കാരണം ഒന്നാമത് ഈ പാമ്പിനെ പിടിക്കുന്ന കീരി, പരുന്ത് അങ്ങനെയുള്ള സാധനങ്ങളുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ പാമ്പുകളുടെ എണ്ണം വളരെ കൂടുന്നത്. ആളുകൾ ശ്രദ്ധിച്ച് പാമ്പുകളുടെ എണ്ണം നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ പാമ്പ് സുരേഷും വാവാ സുരേഷും ഒക്കെ പറയുന്നത് കേട്ടുകൊണ്ട് മനുഷ്യൻ മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ മനുഷ്യർക്ക് തന്നെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് കണ്ട മൂർഖനെയും വളവളപ്പനെയും രാജവെമ്പാലനെയും